അല്ലല്ലേ, ഈ പുനർജനി വിഷയത്തിൽ സതീഷ നിങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് അന്വേഷിക്കട്ടെ, CBI അന്വേഷിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രി CBI അന്വേഷിപ്പിക്കുന്നതിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഒപ്പം ചങ്കുപറിച്ച് കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോ മിസ്റ്റർ സതീശൻ, നിങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട് ഇവിടെ. എന്താണ് ആ തെറ്റ്? നിങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന പറവൂർ മണ്ഡലത്തിന്റെ പുനരുജ്ജീവനത്തിന് പുനർജനി എന്ന പേരിൽ നിങ്ങൾ നടത്തിയ ആ ഒരു വർക്കിലേക്ക് ഫണ്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടുമായി നിങ്ങൾ ഈ വിഷയത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ പോയി ഒരു സംഘടനയുടെ പേരിൽ ഒരു ഫണ്ട് പിരിക്കുമ്പോ ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു പൊതുപ്രവർത്തകനോ ഒരു വ്യക്തിക്കോ പോലും അത് സാധിക്കില്ല. നിങ്ങൾക്കറിയില്ലേ, 2018 ഫ്ലഡ് ഉണ്ടായപ്പോ ഗൾഫിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റിനെ, ധനകാര്യ മന്ത്രാലയത്തെ സമീപിച്ചപ്പോ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ധനസമാഹരണം നടക്കാതെ പോയ മണ്ണാണിത്. ഇവിടെയാണ് നിങ്ങൾ ഫെറ ആക്ടിനെയും അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെയും, ഒന്നുകൂടി പറയട്ടെ, റിസർവ് ബാങ്കിന്റെ അനുമതി കൂടി നിങ്ങൾ നേടണം. ഈ 3 കാര്യങ്ങളെ കാറ്റിൽ പറത്തി നിങ്ങൾ ഫണ്ട് ശേഖരിച്ചത് കോടിക്കണക്കിന് രൂപ. എന്നിട്ട് നിങ്ങൾ അതിങ്ങനെ ചെലവാക്കി, നിങ്ങൾ അതിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ നിങ്ങൾ എന്തും ചെയ്യ്, പക്ഷെ നടത്തേണ്ട ഇത്രയും വലിയ രാഷ്ട്രീയ പ്രവർത്തകനായി, ഇത്രയും പ്രവൃത്തി പരിചയമുള്ള ഒരു നേതാവായി നിങ്ങൾ നിൽക്കുമ്പോ അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ ചെയ്യാതെ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ പറയാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവന്നതാണെന്ന്. ഹേ മിസ്റ്റർ, 3.5-4 വർഷമായി ഈ കേസ് ഇങ്ങനെ ലൈവായി നിൽക്കുന്നു. ഷംസീറും മുഖ്യമന്ത്രിയും നിയമസഭാ സാമാജികനായി എന്നുള്ള നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റിനെ കവറപ്പ് ചെയ്ത് കേസെടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പേ നിങ്ങൾ ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടേനെ, ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രിയും ഷംസീറും നിങ്ങൾക്ക് നിയമസഭാ സാമാജികൻ എന്ന ആ ഒരു ക്രെഡിറ്റ് തന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാളും ഒഴിവായി നടന്നത് ഈ കേസിൽ നിന്ന്. എന്നിട്ട് വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ ഒരു ഫയൽ വിജിലൻസ് ഇങ്ങനെ മുഖ്യമന്ത്രിയിലേക്ക് സമർപ്പിക്കുമ്പോ ഇപ്പോഴും മുഖ്യമന്ത്രി ആ CBIക്ക് വിടാൻ തീരുമാനിച്ചിട്ടില്ല. ശുപാർശയാണ് വിജിലൻസിന്റെ. അപ്പൊ നിങ്ങൾ അങ്ങ് ആഞ്ഞടിക്കുകയാണ്, ഇത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് എന്നെ ചെളിവാരി എറിയാനുള്ള ശ്രമം. ചെയ്ത കാര്യം ഓപ്പണായി പറയുമ്പോ ചെളിവാരി എറിയുന്നു. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോ, ഇല്ലില്ല, വളരെ സ്റ്റേണാണ് ഞാൻ വളരെ കൃത്യമാണ്. കാര്യങ്ങൾ കാറ്റിൽ പറത്തി, കാര്യക്രമങ്ങൾ പുല്ലുവില കൊടുത്ത് നിങ്ങൾ ഫണ്ട് സമാഹരിച്ചിട്ട് പുതിയ ന്യായം എന്താ? നിങ്ങൾ ആ സംഘടനയിൽ അംഗത്വമല്ലെന്ന്. നിങ്ങൾ അംഗത്വമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ പോയി ഫണ്ട് പിരിച്ചത്? അംഗത്വമുണ്ടോ അംഗത്വമില്ലയോ, ഇത് തെരഞ്ഞെടുപ്പുമായി മുന്നിൽ കണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണോ? ഇതെല്ലാം രണ്ടാമത്തെ വിഷയമാണ് സതീശൻ. നിങ്ങൾ റിസർവ് ബാങ്കിന്റെ അംഗീകാരമില്ലാതെ, നിങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ നിങ്ങൾ ഫെറ ആക്ടിനെ കാറ്റിൽ പറത്തി ഒരു വലിയ സമൂഹത്തിനോട് ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണത്, 100% തെറ്റാണത്.